ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വന്ദേ ഭാരത് ട്രെയിനിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഏകദേശം ട്രെയിൻ എടുക്കണതിന് ഒരു 2 മിനിറ്റ് മുന്നൊക്കെയാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ എടുത്തു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് അല്ല, ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ, അതായത് മോർണിംഗ് ആയത് കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ട്രെയിനിൽ ചായ അല്ലെങ്കിൽ കോഫി, അപ്പോൾ ഞങ്ങൾ കോഫിയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി. അപ്പോൾ ഞങ്ങൾ കോഫി മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കോഫി പൗഡർ കിട്ടിയത്. അങ്ങനെ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിക്കൊണ്ടേ പാലും വെള്ളം കലക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കോഫി, നാൾ തന്നെ ഉണ്ടാക്കി കഴിച്ചതാണ്. അങ്ങനെ ഇത് പുറത്തുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലുപരി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം നമുക്കൊരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. കാരണം എനിക്കിത് കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡ് പോയ്സണൊക്കെ അടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ലൂസ് മോഷനൊക്കെ പിടിപെട്ട് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ പുരിയിലോട്ട് പോണ വഴിയായിരുന്നു വന്ദേ ഭാരതിൽ ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മുടെ ഹാൻഡ് വാഷ് എടുത്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതും കൂടി ചിലപ്പോൾ തിന്നും. കാരണം എനിക്ക് അത്രയും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലും കാലിലും എല്ലാത്തിലും എന്താ പറയുക, ഹാൻഡ് വാഷൊക്കെ തേച്ച് ഇതേ ഞെക്കി പിഴിഞ്ഞൊക്കെയാണ് ജാം എടുക്കണത്. അങ്ങനെ അതിന് ജാമൊക്കെ അതിൻ്റെ ശ്വാസം വരെ ഞാൻ എടുത്ത് ഇതേ ബ്രെഡിലൊക്കെ തേച്ചു. അപ്പോൾ എനിക്ക് അത്രത്തോളം വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്കാണ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതായിരുന്നു കൽക്കട്ടയിൽ നിന്ന് പുരിയിലോട്ട് പോകാനായിട്ട്, ജഗന്നാഥ് പുരിയിലോട്ട്. അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം എനിക്കിത് കഴിച്ചപ്പോൾ തന്നെ മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണതാണ് കേട്ടോ അത്. അങ്ങനെ അത് കഴിച്ച് ഞാൻ ഇരുന്നപ്പോൾ തൊട്ട് എനിക്ക് വയറുവേദനയൊക്കെ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുരിയിലോട്ട്